ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 4 തിങ്കളാഴ്ച. പുതുവസ്ത്രങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണെന്ന് കാലാവസ്ഥാ സംരക്ഷണ പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗ്. എനിക്ക് പുതിയ വസ്ത്രങ്ങൾ ആവശ്യമില്ല. വസ്ത്രങ്ങളുള്ള ആളുകളെ എനിക്കറിയാമെന്നും അതിനാൽ അവരിൽ നിന്ന് ഞാൻ കടം വാങ്ങുകയോ അവർക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ ചോദിച്ചു വാങ്ങുകയോ ചെയ്യുമെന്നും ഗ്രേറ്റ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിമാനയാത്രകൾ ഗ്രേറ്റ അവസാനിപ്പിച്ചിരുന്നു. ഈ ഭൂമിക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണ് എല്ലാവരിൽ നിന്നും താൻ ആഗ്രഹിക്കുന്ന പിറന്നാൾ സമ്മാനമെന്നും ഗ്രേറ്റ. സംസ്ഥാനത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചുവെന്ന് വനംവകുപ്പ് മന്ത്രി കെ രാജു. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ചില മേഖലകളിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയിരുന്നു. ഇവിടെ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. രോഗബാധയുള്ള പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പക്ഷികളെയും കൊല്ലുമെന്നും വനമന്ത്രി അറിയിച്ചു. ഏകദേശം 38,000-ഓളം താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. പന്തീരാങ്കാവ് UAPA കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. താഹ അടിയന്തരമായി കീഴടങ്ങണമെന്നും അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപുള്ള ഘട്ടത്തിലാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെതിരെ 2 വാക്സിനുകളുമായാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞരെ ഓർത്ത് രാജ്യം അഭിമാനം കൊള്ളുന്നു. ശാസ്ത്രജ്ഞരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് വാക്സിൻ. അത് വികസിപ്പിച്ച ശാസ്ത്രജ്ഞരോടും സാങ്കേതിക വിദഗ്ധരോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളിൽ ഭാരത് ബയോടെക് വാക്സിനെ 3ാം ഘട്ട പരീക്ഷണം നടത്താൻ അനുമതി. 2ാം ഘട്ട പരീക്ഷണം സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് 3ാം ഘട്ട പരീക്ഷണത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയത്. ICMR-മായി സഹകരിച്ച് ഭാരത് ബയോടെക് നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിന്റെ അടിയന്തര നിയന്ത്രിത ഉപയോഗത്തിന് നേരത്തെ DCGI അനുമതി നൽകിയിരുന്നു. ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ വാങ്ങി വിതരണം ചെയ്യാൻ ബ്രസീൽ ഒരുങ്ങുന്നു. ഇന്ത്യൻ മരുന്നു നിർമ്മാണ കമ്പനിയായ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ ലഭ്യമാക്കാൻ ബ്രസീലിലെ സ്വകാര്യ ക്ലിനിക്കുകളുടെ സംഘടനയായ ദി ബ്രസീലിയൻ അസോസിയേഷൻ ഓഫ് വാക്സിൻ ക്ലിനിക്സ് പ്രാഥമിക നടപടി ആരംഭിച്ചു. വാക്സിന്റെ 5 ദശലക്ഷം ഡോസുകൾ വാങ്ങാൻ ബയോടെക്കുമായി ധാരണയിലെത്തിയതായി ABCVSE വെബ്സൈറ്റിലൂടെ സ്ഥിരീകരിച്ചു. കാർഷിക പ്രതിഷേധത്തിനിടെ പഞ്ചാബിലും ഹരിയാനയിലുമായി 1500 മൊബൈൽ ടവറുകൾ നശിപ്പിക്കപ്പെട്ടുവെന്ന് റിലയൻസ് ജിയോ. ഇതിനെതിരെ ജിയോ പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജിയോയുടെ ആവശ്യം. സംഭവത്തെ അപലപിച്ച് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും രംഗത്തെത്തിയിരുന്നു. കരാർ കൃഷിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശമില്ലെന്നും കോർപ്പറേറ്റ് ഫാമിംഗിനായി കൃഷിഭൂമി വാങ്ങില്ലെന്നും റിലയൻസ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാർഷിക നിയമങ്ങൾ റിലയൻസ് അടക്കമുള്ള കമ്പനികളെ സഹായിക്കാനാണെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കി റിലയൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനൊരുങ്ങി ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം വേണമെന്ന് അനിലിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലാണ് അനിലിന്റെ മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെ തന്നെ അനിലിന്റെ സംസ്കാരം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. വ്യവസായ കായിക മന്ത്രി EP ജയരാജന്റെ ഓഫീസിൽ നിന്നും CPM നേതാവ് M പ്രകാശൻ മാസ്റ്ററെ മാറ്റി. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുവരികയായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖ നേതാവായ പ്രകാശൻ മാസ്റ്റർ. മന്ത്രിയുമായി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടെയാണ് മാറ്റം. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് പ്രകാശൻ മാസ്റ്ററെ മാറ്റാനുള്ള തീരുമാനമെടുത്തത്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് പ്രകാശൻ മാസ്റ്ററെ മാറ്റിയതെന്നാണ് CPM നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട 20 നിർദ്ദേശങ്ങളടങ്ങിയ പ്രമേയവും പാലക്കാട്ട് സമാപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് പാസാക്കി.
4 തവണ തുടർച്ചയായി മത്സരിച്ചവരെ സ്ഥാനാർത്ഥിയാക്കരുത്. യുവാക്കൾക്ക് അവസരം വേണം. പതിവായി തോൽക്കുന്നവരെ മാറ്റണം. 10% സീറ്റുകൾ മാത്രം മുതിർന്ന നേതാക്കൾക്ക് നൽകിയാൽ മതി തുടങ്ങി സ്ഥിരം അഭിനേതാക്കളെ വെച്ചുള്ള നാടകമാണെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന മുന്നറിയിപ്പോടെയുള്ളതാണ് പ്രമേയം. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന റേഷൻ കാർഡുടമകൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച സൌജന്യ പയറുവർഗ്ഗങ്ങൾ സംസ്ഥാനം വകമാറ്റി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതിയിൽ ലഭിച്ച കടലയും പയറുമാണ് വകമാറ്റിയത്. സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന സൌജന്യ ഭക്ഷ്യധാന്യ കിറ്റിൽ പയറിനും കടലയ്ക്കും ക്ഷാമം വന്നപ്പോഴായിരുന്നു ഇത്. ഇതോടെ കേന്ദ്ര പദ്ധതിയിലെ വിതരണം പലയിടങ്ങളിലും താറുമാറായി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് UAE കോൺസുലേറ്റിലെ ഡ്രൈവർമാരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. അറ്റാഷയുടെയും കോൺസുലർ ജനറലിന്റെയും ഡ്രൈവർമാരെയാണ് കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത്. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ നാളെ ചോദ്യം ചെയ്യും. UDFനെതിരെ രൂക്ഷ വിമർശനവുമായി എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണമായ സത്യദീപം. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി. UDF വെൽഫെയർ പാർട്ടി ബന്ധത്തിലൂടെ മുന്നണിയുടെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെട്ടുവെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ തോൽവിക്ക് കാരണം ചൂണ്ടിക്കാട്ടിയാണ് സഭാ പ്രസിദ്ധീകരണത്തിന്റെ വിമർശനം. UDFനെ ക്ഷീണിപ്പിച്ച് BJPയെ വളർത്താൻ CPM ബോധപൂർവം ശ്രമം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട്. ഇത് തീ കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പാലായിലെ സീറ്റ് സംബന്ധിച്ച് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണി. ചർച്ച ആരംഭിക്കുമ്പോൾ പാർട്ടി നിലപാട് ഇടതുമുന്നണിയെ അറിയിക്കുമെന്നും ജോസ് കെ മാണി. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3 കേസുകളിൽ MC കമറുദ്ദീൻ MLAക്ക് ജാമ്യം. അതേസമയം നിക്ഷേപ തട്ടിപ്പിൽ കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ MLAക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവില്ല. സഹകരണ ബാങ്കിംഗ് മേഖലയെ പൂർണ്ണമായും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഏപ്രിൽ 1 മുതൽ ഇത് ബാധകമാകുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. കോവിഡ് വാക്സിനിന്റെ പേരിലും തട്ടിപ്പിന് ശ്രമം. വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഫോണിലേക്ക് വിളിയെത്തുക. ഇതിനായി ആധാർ നമ്പർ, ഇമെയിൽ വിലാസമടക്കമുള്ള വിവരങ്ങളാണ് തട്ടിപ്പു സംഘങ്ങൾ തേടുന്നത്. ആധാർ നമ്പർ നൽകുന്നവർക്ക് രജിസ്ട്രേഷൻ നടപടിയുടെ ഭാഗമായി ഫോണിലേക്ക് OTP അയക്കും. OTP നൽകുന്ന ഉടൻ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടും. ദേശീയവാദം എന്ന് പറയുന്നത് കർഷകരുടെ ക്ഷേമമാണെന്നും നാഗ്പൂരിൽ നിന്ന് പ്രസംഗം നടത്തുന്നതല്ലെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. പുതിയ കാർഷിക നിയമങ്ങൾ പാസാക്കുക വഴി കർഷകരെ BJP ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണെന്നും ഏതെങ്കിലും തീരുമാനങ്ങൾ പിൻവലിക്കുന്നതോ റദ്ദാക്കുന്നതോ സർക്കാരിനെ തോൽപ്പിക്കില്ലെന്ന് മനസ്സിലാക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും സച്ചിൻ പൈലറ്റ് അഭിപ്രായപ്പെട്ടു. വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന കന്നുകാലികളെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത് ഗോശാലകളിലേക്ക് അയക്കുന്നതിനായി കൊണ്ടുവന്ന ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുമെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. 2017 ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണം എന്നും കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. കാലികളടക്കമുള്ള മൃഗങ്ങൾ വരുമാന മാർഗമാണെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ആലിബാബയുടെ സഹസ്ഥാപകനും ഏഷ്യയിലെ കോടീശ്വരന്മാരിൽ പ്രമുഖനുമായ ജാക്മയെ കാണാനില്ലെന്ന് റിപ്പോർട്ടുകൾ. ചൈനയിലെ സെൻട്രൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് 2 മാസത്തിലേറെയായി ജാക്മയെ കണ്ടവരാരുമില്ലത്രേ. ഷാങ്ഹായിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ സർക്കാരിനെയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളെയും വിമർശിച്ചതോടെയാണ് ജാക്മയ്ക്കെതിരെ ചൈന വാളോങ്ങിയത്. ജാക്മയ്ക്കെതിരെയും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആലിബാബയ്ക്കുമെതിരെയും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ തോൽപ്പിക്കാൻ ആവശ്യമായ വോട്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖകൾ പുറത്ത്. ജോർജിയയിലെ സ്റ്റേറ്റ് സെക്രട്ടറി ബ്രാഡ് റാഫൻസ്ബെർഗിനെ ഫോണിൽ വിളിച്ച് തനിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. തനിക്ക് അനുകൂലമായി വോട്ടുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നടപടികൾ നേരിടേണ്ടിവരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റാണ് വിവാദ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടത്.
ദേശീയ ടീമിനും ക്ലബ് ഫുട്ബോളിനുമായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതിഹാസ താരം പെലെയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. 758 ഗോളുകളാണ് യുവൻസ് താരം ഇതുവരെ സ്വന്തമാക്കിയത്. 757 പെലെയുടെ അക്കൌണ്ടിലുള്ള ഗോളുകളുടെ എണ്ണം. ഈ റെക്കോർഡാണ് റൊണാൾഡോ തിരുത്തിക്കുറിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.